ഇന്നത്തെ ക്ലാസ്സിൽ സ്ട്രെസ്സസ് ഓൺ എനി ഇൻക്ലൈൻഡ് പ്ലെയിൻ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, കൺസെപ്റ്റുകളൊന്ന് സ്ട്രെസ് അറ്റ് എ പോയിൻറ്റ് കൺസെപ്റ്റാണ്, അത് വേണം. പിന്നെ ഡയറക്ഷൻ കൊസൈൻസ് എന്താണെന്ന് അറിയണം. ദെൻ കോഷീസ് ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യണം. കോഷീസ് ഇക്വേഷൻ വഴിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏത് ഇൻക്ലൈൻഡ് പ്ലെയിനിലെയും സ്ട്രെസ് കമ്പോണൻസ് കാണുന്നത്. കോഷീസ് സ്ട്രെസ് ഇക്വേഷൻ വഴിയാണ്, കോഷീസ് സ്ട്രെസ് ഫോർമുല എന്നൊക്കെ പറയും, അതുവഴിയാണ് കാണുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം, കൺസെപ്റ്റ് എന്തായാലും അറിഞ്ഞിരിക്കണം. സ്ട്രെസ് അറ്റ് എ പോയിൻ്റ് ഒന്നുകൂടി റിവേഴ്സ് ചെയ്യാം. പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ട്രെസ് ഈസ് കൺസിഡർ ആസ് എ ടെൻസർ ക്വാണ്ടിറ്റി, വെക്ടർ അല്ല, ടെൻസർ ക്വാണ്ടിറ്റി എന്നാണ് പറയാറുള്ളത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ടെൻസർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്? അതിന് മാഗ്നിറ്റ്യൂഡിൻ്റെ ഡയറക്ഷൻ ഉണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, സ്ട്രെസ് അറ്റ് എ പോയിൻ്റ്, ഒരു പോയിൻ്റിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ആ പോയിൻ്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്താൽ മാത്രമേ അതിന് ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും നമുക്ക് പറയാൻ കഴിയുള്ളൂ. ബട്ട് ഒരു പോയിൻ്റിലൂടെ വി ക്യാൻ കൺസിഡർ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പ്ലെയിൻ, അതായത് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ചെരിഞ്ഞുമൊക്കെ 360 ഡിഗ്രിയിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പ്ലെയിൻ ഒരു പോയിൻറ്റിലൂടെ തന്നെ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഓരോ പ്ലെയിനിലും സ്ട്രെസ്സിന് ഓരോ ഡയറക്ഷനും ഓരോ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ഓക്കെ, അതെല്ലാം കൂടി ഡിഫൈൻ ചെയ്യുന്നതാണ് ഈ എല്ലാ വെക്ടറും കൂടി, ഈ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വെക്ടർ കൂടി ടോട്ടലായി ഡിഫൈൻ ചെയ്യുന്നതാണ് സ്ട്രെസ് അറ്റ് എ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻക്ലൈൻഡ് പ്ലെയിനിലെ സ്ട്രെസ് കാണണം, ആ പോയിൻ്റോട് പാസ് ചെയ്യുന്ന ഏതെങ്കിലും പർട്ടിക്കുലർ ഇൻക്ലൈൻഡ് പ്ലെയിനിലെ സ്ട്രെസ് കാണണമെങ്കിൽ നമുക്കൊരു മെത്തേഡേ ഉള്ളൂ. അത് 3 പ്ലെയിനിലെ സ്ട്രെസ്, അതായത് എക്സ് പ്ലെയിൻ, വൈ പ്ലെയിൻ, സെഡ് പ്ലെയിൻ. എക്സ് ആക്സായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ, അതുപോലെ തന്നെ വൈ ആക്സായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ, സെഡ് ആക്സുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ. ഈ 3 പ്ലെയിനിലെ സ്ട്രെസ്സിൻ്റെ കമ്പോണൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഏത് അതർ ഇൻക്ലൈൻഡ് പ്ലെയിനിലെയും സ്ട്രെസ് കമ്പോണൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സ്ട്രെസ് അറ്റ് എ പോയിൻ്റ് നമുക്ക് ഈ പറഞ്ഞ ഡെഫിനിഷനാണ്. അതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ് അറ്റ് എ പോയിൻറ്റിൽ നമുക്ക് സ്ട്രെസ് മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ സ്ട്രെസ് അറ്റ് എ പോയിൻ്റ് നമുക്ക് കാണാൻ പറ്റും, ഏത് ഇൻക്ലൈൻഡ് പ്ലെയിനിലെ സ്ട്രെസ്സും കാണാൻ പറ്റും. അപ്പോൾ എന്താണ് സ്ട്രെസ് മെട്രിക്സ്? ഈ 3 പ്ലെയിനിലെ സ്ട്രെസ് കമ്പോണൻറ്റിൻ്റെ മെട്രിക്സ് പറയുന്ന പേരാണ് സ്ട്രെസ് മെട്രിക്സ്. ഏതൊക്കെയാണ് അവ കമ്പോണൻസ്? സിഗ്മ എക്സ് എക്സ്, ടോ എക്സ് വൈ, ടോ എക്സ് സെറ്റ്, അത് എക്സ് പ്ലെയിനിലെ 3 കമ്പോണൻറ്റ്. അതുപോലെ തന്നെ ടോ വൈ എക്സ്, സിഗ്മ വൈ വൈ, ടോ വൈ സെറ്റ്, അതുപോലെ തന്നെ സെഡിലെ 3 കമ്പോണൻറ്റ്. അപ്പോൾ 3 നോർമൽ സ്ട്രെസ് കമ്പോണൻറ്റും 6 ഷിയർ സ്ട്രെസ് കമ്പോണൻറ്റാണത്. അങ്ങനെ ടോട്ടൽ 9 കമ്പോണൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏത് ഇൻക്ലൈൻഡ് പ്ലെയിനിലെയും സ്ട്രെസ് കാണാൻ പറ്റും, സ്ട്രെസ്സിൻ്റെ കമ്പോണൻസ് കാണാൻ പറ്റും. അപ്പോൾ പ്രോബ്ലത്തിൽ ഈ 9 കമ്പോണൻറ്റിൻ്റെ വാല്യൂ ആണ് തരിക. ഈ പ്രോബ്ലത്തിൽ ഇതിൽ തന്നെ ഇക്വാലിറ്റി ഓഫ് ക്രോസ് ഷിയർ, ചില കമ്പോണൻസ് ഈക്വലാണ്. അപ്പോൾ ഈ 9 നമുക്ക് 6 കമ്പോണൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് നമുക്കറിയേണ്ടത് ഡയറക്ഷൻ കൊസൈൻ എന്താണെന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. ഏതെങ്കിലും ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ എടുക്കാം, ആ ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ ഇൻക്ലിനേഷൻ എത്രയെന്ന് കാണിക്കുന്നതാണ് ഡയറക്ഷൻ കൊസൈൻ. അപ്പോൾ എങ്ങനെയാണ് കാണുന്നത്? ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫിഗറിൽ കാണുന്നുണ്ടാവും പി എസ് ക്യു ആർ എന്ന് പറയുന്ന ഇൻക്ലൈൻഡ് പ്ലെയിൻ. ആ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ഒരു നോർമൽ കാണുന്നുണ്ട് എൻ. ഈ നോർമൽ എക്സ് ആക്സുമായിട്ടുണ്ടാകുന്ന ആംഗിളിന് ആൽഫ എന്നും, വൈ ആക്സുമായിട്ടുണ്ടാകുന്ന ആംഗിളിന് ബീറ്റ എന്നും, സെഡ് ആക്സുമായിട്ടുണ്ടാകുന്ന ആംഗിളിന് ഗാമ എന്നും ആണെങ്കിൽ ഡയറക്ഷൻ കൊസൈൻ എന്ന് പറഞ്ഞാൽ കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ, ഈ 3 ആംഗിളിൻ്റെയും കോസ് വാല്യൂവിന് പറയുന്ന പേരാണ് ഡയറക്ഷൻ കൊസൈൻസ്. സിമ്പിളി ആ പ്ലെയിൻ എത്ര ഇൻക്ലൈൻഡ് ആണെന്ന് കാണിക്കുന്ന ഒരു വാല്യൂ, അത്രേ ഉള്ളൂ ഡയറക്ഷൻ കൊസൈൻ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഡിനോട്ട് ചെയ്യുന്നത് പല ടെക്സ്റ്റിലും പല രീതിയിലാണ്. അപ്പോൾ നമ്മുടെ ഈ ടെക്സ്റ്റിലുള്ളത് എ സഫിക്സ് എൻ എക്സ്, എ സഫിക്സ് എൻ വൈ, എ സഫിക്സ് എൻ സെഡ്, അങ്ങനെയാണ്. എ എൻ എക്സ്, എ എൻ വൈ ആൻഡ് എ എൻ സെഡ്. നമുക്ക് സിമ്പിളായിട്ട് സ്മോൾ ലെറ്റർ എൽ എം എൻ എന്ന് പറയാം, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഈക്വൽ ടു 1 ആയിരിക്കും. അതാണ് അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാലുള്ളത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഈ എ എൻ എക്സ്, എ എൻ വൈ, എ എൻ സെഡ് അല്ലെങ്കിൽ എൽ എം എൻ്റെ വാല്യൂ തരും, അല്ലെങ്കിൽ ആംഗിൾ തരും ഡയറക്റ്റായിട്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കോസ് കണ്ടാൽ മതി. അതാണ് ഡയറക്ഷൻ കൊസൈൻ്റെ കൺസെപ്റ്റ്. സിമ്പിളി എത്ര ഇൻക്ലൈൻഡ് ആണ് ആ പ്ലെയിൻ എന്ന് പറയുന്ന ഒരു വാല്യൂ, അത്രേ ഉള്ളൂ. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ആംഗിളാണ് തന്നതെങ്കിൽ നിങ്ങളതിൻ്റെ കോസ് കണ്ടുപിടിച്ചിട്ട് ഡയറക്ഷൻ കൊസൈൻ കാണണം. അല്ല, ഡയറക്ഷൻ കൊസൈൻ നേരിട്ട് തന്നാൽ നമ്മുടെ ഇക്വേഷനിൽ, കോഷീസ് ഇക്വേഷനിലുള്ളത് ഈ ഡയറക്ഷൻ കൊസൈൻ്റെ വാല്യൂ ആണുള്ളത്.
അപ്പോൾ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല, ജസ്റ്റ് ഇക്വേഷനിലേക്ക് നേരിട്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അവിടെ എക്സ്ട്രാ ഒന്നും ചെയ്യാനുണ്ടാവില്ല. കോഷീസ് ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത ഒരാൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് അറിയേണ്ടത്. നെക്സ്റ്റ് കോഷീസ് ഇക്വേഷനാണ്. നെക്സ്റ്റ് നമുക്ക് കോഷീസ് ഇക്വേഷൻ നോക്കാം. കോഷീസ് ഇക്വേഷൻ നോക്കാം. കോഷീസ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ പറയുന്നില്ല, അത് നിങ്ങൾ വേറെ പഠിച്ചാൽ മതി. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പ്രധാനമായിട്ടും നമുക്ക് അറിയേണ്ടത് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ എടുത്തു. അപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, ഒരു പ്ലെയിനിൽ ഒരു സ്ട്രെസ്സിനൊരു ഡയറക്ഷൻ ഉണ്ടാവും. അത് കണ്ടീഷനിൽ ഏതുമാകാം. സപ്പോസ് അത് ഇതാണെന്ന് വിചാരിക്കുക, ഡയറക്ഷൻ ഓഫ് സ്ട്രെസ്, റിസൾട്ടൻ്റ് ഡയറക്ഷൻ സിഗ്മ എൻ ആർ എന്ന് വിളിച്ചു. ഈ ഡയറക്ഷനാണ് സിഗ്മ എൻ ആർ മാഗ്നിറ്റ്യൂഡിൽ. ഇതാണ് ആ സ്ട്രെസ്സിൻ്റെ റിസൾട്ടൻ്റ് സ്ട്രെസ് ഓൺ ദിസ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ കമ്പോണൻസ് എടുക്കാൻ പഠിക്കണം. രണ്ട് രീതിയിൽ കമ്പോണൻസ് എടുക്കാം. ഓക്കെ, നമുക്കിതിനെ എക്സ് വൈ സെഡ് ആക്സിലേക്ക് കമ്പോണൻസ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിൻ്റെ എക്സ് കമ്പോണൻറ്റ് വൈ കമ്പോണൻസ് എടുക്കാൻ പോകുന്നുണ്ട്. ഞാൻ ഇതിൽ ഫിഗറിൽ കാണിക്കുന്നില്ല, ഞാൻ ഇവിടെ താഴെ ഇതാണ്. ഇതിൻ്റെ എക്സ് കമ്പോണൻറ്റിനെ സിഗ്മ എൻ എക്സ് എന്ന് വിളിച്ചു. ഇതിൻ്റെ വൈ കമ്പോണൻറ്റിനെ സിഗ്മ എൻ വൈ എന്ന് വിളിച്ചു. ഇതിൻ്റെ സെഡ് കമ്പോണൻറ്റിനെ സിഗ്മ എൻ സെഡ് എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ കോഷീസ് ഇക്വേഷനിൽ ഡിറൈവ് ചെയ്യുന്നതിൻ്റെ വാല്യൂ ആണ് സിഗ്മ എൻ എക്സ് ഈക്വൽ ടു, നമ്മുടെ സ്ട്രെസ് മെട്രിക്സ് നമ്മുടെ മൈൻഡിലേക്ക് വരണം. സ്ട്രെസ് മെട്രിക്സിൽ ആദ്യത്തെ റോ സിഗ്മ എൻ എക്സ് എഴുതുമ്പോൾ ആദ്യത്തെ റോ എക്സ് പ്ലെയിനിലെ റോ ഏതൊക്കെയാണ്? സിഗ്മ എക്സ് എക്സ് ഇൻറ്റു എൽ ഡയറക്ഷൻ കൊസൈൻ. ചില ആളുകൾ എ എൻ എക്സ് പറയാറുണ്ട്, അങ്ങനെയാണെങ്കിൽ എ എൻ എക്സ് കോസ് ആൽഫ അല്ലേ, അതെ. സിഗ്മ എക്സ് എക്സ് ഇൻറ്റു എൽ പ്ലസ് ടോ എക്സ് വൈ ഇൻറ്റു എം പ്ലസ് ടോ എക്സ് സെഡ് ഇൻറ്റു എൻ. അതുപോലെ ടോ വൈ എക്സ് ഇൻറ്റു എൽ. നെക്സ്റ്റ് സ്ട്രെസ് മെട്രിക്സ് സെക്കൻഡ് റോ മൈൻഡിലേക്ക് വരണം. സിഗ്മ വൈ വൈ ഇൻറ്റു എം പ്ലസ് ടോ വൈ സെഡ് ഇൻറ്റു എൻ. നെക്സ്റ്റ് ടോ സെഡ് എക്സ് ഇൻറ്റു എൽ പ്ലസ് ടോ സെഡ് വൈ ഇൻറ്റു എം പ്ലസ് സിഗ്മ സെഡ് സെഡ് ഇൻറ്റു എൻ. അപ്പോൾ നിങ്ങൾ ഡയറക്ഷൻ കൊസൈനായിട്ട് ഞാൻ പറഞ്ഞു രണ്ട് രീതി പറയാറുണ്ട്. എല്ലല്ല എ എൻ എക്സ് ആണ് എടുത്തെങ്കിൽ ഇവിടെ എ എൻ എക്സ് എ എൻ വൈ എ എൻ സെഡ് വരും. ഓക്കെ, അപ്പോൾ ഇത് ബൈ ഹാർട്ട് ചെയ്യണം. അതായത് ഈ നമ്മുടെ ഇംഗ്ലണ്ട് പ്ലെയിനിലെ റിസൾട്ടൻ്റ് സ്ട്രെസ്സിൻ്റെ എക്സ് വൈ സെഡ് കമ്പോണൻറ്റ്. ഇതല്ലാതെ നമുക്ക് ഇതിനെ ഈ സ്ട്രെസ്സിന് നോർമലായിട്ട് ഒരു കമ്പോണൻറ്റ് എടുക്കാൻ പറ്റും. അതിനെ സിഗ്മ എന്ന് വിളിക്കാം. ഇതിന് പാരലായിട്ട് ഞാൻ ഡയറക്ഷൻ കൊടുത്ത് ഞാൻ വീഡിയോയിൽ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരും. ഏറ്റവും സിമ്പിളായിട്ട് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ടൊരു കമ്പോണൻറ്റും ഈ പ്ലെയിനിന് പാരലായിട്ടൊരു കമ്പോണൻറ്റും, അതിനെ സിഗ്മ എൻ എന്നും ടോ എൻ എന്നും വിളിച്ചു. സിഗ്മ എൻ എന്നും ടോ എൻ എന്നും വിളിച്ചു. ഓക്കെ, നമുക്കറിയാം സിഗ്മ എൻ സ്ക്വയർ പ്ലസ് ടോ എൻ സ്ക്വയർ ചെയ്താൽ സിഗ്മ എൻ ആർ സ്ക്വയർ കിട്ടും അല്ലേ. പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ സ്ക്വയർ ആർ സ്ക്വയർ പഠിച്ചിട്ടുണ്ടല്ലോ. രണ്ട് കമ്പോണൻറ്റിൻ്റെ സ്ക്വയർ റിസൾട്ടൻ്റെ സ്ക്വയറിന് സമ്മിന്, കമ്പോണൻറ്റ് സ്ക്വയറിൻ്റെ സമ്മിന് റിസൾട്ടൻ്റെ സ്ക്വയർ ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും കമ്പോണൻസ് എടുക്കാം. ഒന്നാമത്തെ കമ്പോണൻസ് എടുത്തത് ഒന്നാമത്തെ ടൈപ്പിൽ എക്സ് വൈ സെഡ് കമ്പോണൻ്റ് ആണ്. നെക്സ്റ്റ് ആ പ്ലെയിനിന് പെർപെൻഡിക്കുലറും പാരലൽ കമ്പോണൻ്റ് ആണ്. അപ്പോൾ ആ ഒരു കമ്പോണൻറ്റ് കാണുന്ന രീതി കൂടി പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതായത് സിഗ്മ എൻ കാണാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിഗ്മ എൻ എക്സ് ഇൻറ്റു എൽ പ്ലസ് സിഗ്മ എൻ വൈ ഇൻറ്റു എം പ്ലസ് സിഗ്മ എൻ സെഡ് ഇൻറ്റു എൻ. ഓക്കെ, അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളത് എളുപ്പമാണ്. എങ്ങനെ കാണാം? നമുക്കറിയാം സിഗ്മ എൻ സ്ക്വയർ പ്ലസ് ടോ എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ആർ സ്ക്വയർ. ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ആദ്യം ഇത് മൂന്ന് കണ്ടുപിടിക്കുക. സിഗ്മ എൻ എക്സ്, സിഗ്മ എൻ വൈ, സിഗ്മ എൻ സെഡ്. ഇതെവിടെ നിന്ന് കിട്ടും? സിഗ്മ എക്സും സംഭവങ്ങൾ ഈ മെട്രിക്സ് ക്വസ്റ്റ്യനിൽ തരും.
ഇതാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഈ 9 വാല്യൂ ആണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. പിന്നെ ഈ ഡയറക്ഷൻ ക്വസ്റ്റ്യൻ തരും LMN. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പം നമുക്ക് ഈ നമ്മുടെ ഇംഗ്ലണ്ട് പ്ലെയിനിലുള്ള നമ്മൾ ഇംഗ്ലണ്ട് പ്ലെയിനിലെ റിസൾട്ടൻറ്റിൻ്റെ XYZ കമ്പോണൻറ്റ് കണ്ടുപിടിക്കുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് 3 കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ നമുക്ക് അതിൻ്റെ നോർമൽ കമ്പോണൻറ്റ് കിട്ടും. അതാണ് നോർമൽ കമ്പോണൻറ്റ്. ഓക്കെ പിന്നീട് ഈ ഇക്വേഷൻ കൂടി യൂസ് ചെയ്താൽ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഐഡിയ. ഇതിൻ്റെ ഈ ഇക്വേഷൻ ഡെറിവേഷൻ ഒന്ന് പഠിക്കേണ്ടതുണ്ട്. അത് പ്രോബ്ലത്തിലേക്ക് ആവശ്യമില്ല. അത് വേറെ ക്വസ്റ്റ്യനായിട്ട് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഡയറക്ഷൻ പഠിച്ചാൽ മതി. പ്രോബ്ലത്തിൽ നമുക്ക് ഈ ഇക്വേഷൻ മാത്രം മതി. ഓക്കെ, ഈ പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ഐഡിയ കിട്ടുമായിരിക്കും.